കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വർഷം വരാനിരിക്കുന്ന ബാങ്ക് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇതിൻ്റെ എല്ലാം മെയിൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ള മാത്സ് അല്ലെങ്കിൽ നമ്മുടെ ക്വാൺസിൻ്റെ റിവിഷനാണ് ചെയ്യുന്നത്. ചാപ്റ്റർ വൈസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ പേഴ്സൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. പേഴ്സൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പേഴ്സൻറ്റേജും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ചാപ്റ്റേഴ്സ് ഇതിനകത്ത് കമ്പൈൻഡ് ആയിട്ട് വരും. അതായത് പേഴ്സൻറ്റേജ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇനി മെയിൻസിലോട്ട് വരുമ്പോൾ ചാപ്റ്റർ വൈസ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ പേഴ്സൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്താൽ അതിനകത്ത് ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ കൺസെപ്റ്റ് കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ബേസിക്സ് എല്ലാം പഠിച്ച് അത്യാവശ്യം പ്രിലിംസ് ലെവലെല്ലാം ക്രാക്ക് ചെയ്യുന്ന ലെവലിൽ നിൽക്കുന്നവർ മാത്രമേ വീഡിയോസ് കണ്ടാൽ മതിയാവും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് ഇപ്പോൾ കാണണ്ട. നിങ്ങൾ പോയിട്ട് ബേസിക്സ് എല്ലാം പഠിച്ചിട്ട് വരിക. അതിന് ശേഷം വീഡിയോ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുക. ഓക്കെ, കാരണം ഞാൻ എൻ്റെ അത് ബേസിക്സ് ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ച് ട്രൈ ചെയ്തതിന് നോക്കിയതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ച് നോക്കുക. കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് വിത്ത് എ ബാങ്ക്രപ്റ്റ് ഇസ് Rs 25500 and if the goods are realized in their full value, its creditors would have received 85 paise in the rupee. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി ബാങ്ക്രപ്റ്റായി, അതായത് ആ കമ്പനി കടത്തിലോട്ട് പോയി അത് പൂട്ടാൻ പോവാണ്. ഓക്കെ, ആ കമ്പനിയിൽ ഇപ്പോൾ ഉള്ള ഗുഡ്സ്, ഈ കമ്പനിയിൽ ഇപ്പോൾ ഉള്ള ഗുഡ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25500 ആണ്. ഓക്കെ, ഇനി ഈ ഗുഡ്സ് എല്ലാം ഈ വിലയ്ക്ക് തന്നെ വിൽക്കുവാണെങ്കിൽ ക്രെഡിറ്റേഴ്സ്, അതായത് ഈ കമ്പനിയിൽ പൈസ മുടക്കിയ ആൾക്കാർക്ക് വിൽ റിസീവ് 85 പൈസ ഇൻ 1 rupee. അതായത് അവർ നേരത്തെ 1 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഈ വിലയ്ക്ക് തന്നെ വിറ്റാൽ, അതായത് ഈ കോസ്റ്റ് പ്രൈസ് തന്നെ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് 85 പൈസ കിട്ടത്തുള്ളൂ. അതായത് മുടക്കിയതിനേക്കാളും 15% കുറഞ്ഞ വിലയിൽ ഇവർക്ക് ഈ സാധനം വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? അതായത് ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളുടെ വാല്യൂ എന്ന് പറയുന്നത് 25500 ആണ്. ഈ 25500ൻ്റെ വിലയ്ക്ക് നമ്മൾ ഈ സാധനം മൊത്തത്തിലങ്ങ് വിറ്റ് തീർത്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് മുടക്കിയതിനേക്കാളും 15% കുറഞ്ഞ പൈസയെ കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ക്രെഡിറ്റേഴ്സ് മുടക്കിയ പൈസേനേക്കാളും 15% കുറവാണ് ഈ കിടക്കുന്ന പൈസ. മനസ്സിലായ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം? ഇനി പറഞ്ഞിരിക്കുന്നതാണ്, ബട്ട് 2/5 ഓഫ് ദ ഗുഡ്സ് ആർ സോൾഡ് അറ്റ് 17% ആൻഡ് ദ റിമൈൻഡർ അറ്റ് 22% ബിലോ ദെയർ കോസ്റ്റ് പ്രൈസ്. അതായത് അതിനകത്ത് ഇരിക്കുന്ന ഗുഡ്സിനകത്തെ 2/5 പോർഷൻ 17%, ബാക്കി 22% കോസ്റ്റ് പ്രൈസിനേക്കാളും താഴെ വയ്ക്കുകയാണെങ്കിൽ ഇവർക്ക് 1 രൂപയിൽ എത്ര പൈസ ഇവർക്ക് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്രെഡിറ്റേഴ്സ് മുടക്കിയ പൈസയൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതല്ലാതെ ഒരു പരിപാടിയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ക്രെഡിറ്റേഴ്സ് മുടക്കിയത് 100 രൂപയാണ്. പക്ഷേ ഫസ്റ്റ് കേസിൽ അവർക്ക് എത്ര പൈസ തിരിച്ച് കിട്ടത്തുള്ളൂ? 85 പൈസ തിരിച്ച് കിട്ടുള്ളൂ. അതായത് 15% പൈസ കുറച്ചേ കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ 25500 വാല്യൂ വിറ്റ് തീർത്ത് കഴിഞ്ഞാൽ അവർക്ക് എത്ര ശതമാനം തിരിച്ച് കിട്ടും? 100% മുടക്കിയതിനകത്തുനിന്ന് 85% അവർക്ക് തിരിച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ 100 പൈസ മുടക്കിയതിനകത്ത് 85 പൈസ അവർക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇതിനേക്കാളും താത്തിനെ വിൽക്കാൻ പോകുന്നത്, അതായത് ഓൾറെഡി ഉള്ളതിനകത്ത് 2/5 പോർഷൻ. 2/5 പോർഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം 5 പാർട്ടുണ്ടെങ്കിൽ 2 പാർട്ട് ആദ്യം, 3 പാർട്ട് പിന്നെ, ഇങ്ങനെയല്ലേ വിൽക്കാൻ പോകുന്നത്. ആദ്യത്തത് 17% താഴെയും പിന്നത്തത് 22% താഴെയല്ലേ വിൽക്കാൻ പോകുന്നത്. നിങ്ങളിത് അലിഗേഷൻ ചെയ്ത് കമ്പൈൻഡ് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ. മേളത്തെ ഡിഫറൻസ്, താഴത്തെ സമ്മ്. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 20 വരത്തില്ലേ? അതായത് ഫസ്റ്റ് പോർഷൻ 17% താഴെയും സെക്കൻഡ് പോർഷൻ 22% താഴെയും വിൽക്കുമ്പോൾ കമ്പൈൻഡ് എത്ര ശതമാനം താഴെ വരിക? 20% താഴെ വരിക. അതായത് ഈ പ്രൈസിൽ വിൽക്കുവാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് എത്രയേ കിട്ടത്തുള്ളൂ? 85 കിട്ടത്തുള്ളൂ. ഇനി അതിനേക്കാളും 20% താഴെയാണ് ഇനി നമ്മൾ വിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും നിങ്ങൾ ഒരു 20% കുറയ്ക്കാം. 8.5 20% എന്ന് പറഞ്ഞാൽ 17 അല്ലേ? 17 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 68 വരത്തില്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന് കിട്ടാൻ പോകുന്നത് 100 പൈസ മുടക്കിയതിനകത്തുനിന്ന് 68 പൈസ അവർക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഞാനിത് മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവേ. എല്ലാവരും നോക്കിയിരിക്കുക. ഒരു കമ്പനി ബാങ്ക്രപ്റ്റായി. ഓക്കെ, ഒരു കമ്പനി ബാങ്ക്രപ്റ്റായി. ഇപ്പോൾ ഇവരുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ കോസ്റ്റ് പ്രൈസ് 25500 ആണ്. ഓക്കെ,
ഈ 250-500 തന്നെ ഇതെല്ലാം വിറ്റ് തീർത്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന് 1 രൂപയിൽ 85 പൈസ തിരിച്ച് കിട്ടത്തുള്ളൂ. അതായത് അവർ 100 പൈസ മുടക്കിയായിരുന്നു, അതിനകത്ത് 85 പൈസ അവർക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ? ഇനി നമ്മൾ ഇതല്ലേ ടോട്ടൽ കോസ്റ്റ്. ഈ സാധനം നമ്മൾ 2:3 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യും. ഫസ്റ്റ് പോർഷൻ ഈ കോസ്റ്റിനേക്കാളും 15% താഴെയും, സെക്കൻഡ് പോർഷൻ ഈ കോസ്റ്റിനേക്കാൾ 22% താഴെയും വിൽക്കുമ്പോഴത്തേനും ഇവർക്ക് എത്ര രൂപ തിരിച്ചു കിട്ടുന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോണേ, ഈ 85 പാർട്ടാണ് ഈ കിടക്കുന്ന 250-500. ഓക്കെ ആണോ? ഇനി ഇവർ ഇങ്ങനെ വിൽക്കുമ്പോൾ അത് എത്ര ശതമാനം താഴെ പോകും നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ചെയ്ത അലിഗേഷനാണ് 2:3 റേഷ്യോ 17% താഴെ 22% താഴെ, അപ്പോൾ മൊത്തത്തിൽ 20% താഴെ നിന്ന് കിട്ടും. അതായത് കറൻ്റ്ലി ഇപ്പോൾ ഈ വിലയ്ക്കാണ് വിൽക്കാൻ പോകുന്നത്, ഇതിനേക്കാളും 20% താത്തിയാണ് ഇനി വിൽക്കാൻ പോകുന്നത്. അപ്പോൾ കറൻ്റ്ലി വിൽക്കുന്നത് 85 കിട്ടത്തുള്ളൂ. വീണ്ടും 20% നിങ്ങൾ സക്സസീവ് ആയിട്ടങ്ങ് കുറയ്ക്കുക, അപ്പോൾ 68 കിട്ടും. ദാറ്റ് മീൻസ് 100 പൈസ മുടക്കിയതിൽ 68 പൈസ ഇനി തിരിച്ച് കിട്ടത്തുള്ളൂ. സോ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, രാം എന്ന് പറയുന്ന ഒരാൾ 725 രൂപ ശ്യാമിൻ്റെ നിന്ന് മേടിച്ചു. സ്റ്റാർട്ടിങ്ങിൽ 8 മാസം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു 362.5 കൂടെ മേടിച്ചു. അറ്റ് ഡബിൾ ദ റേറ്റ്. 1 വർഷം വൈൻഡപ്പ് ആയപ്പോഴത്തേനും രണ്ടുപേർക്കും വന്ന ടോട്ടൽ എമൗണ്ട് 43.5 ആണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് 43.5 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം കൊടുത്ത റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇയാൾ 725 രൂപ ഈ പറഞ്ഞ റേറ്റ് മേടിക്കും. 8 മാസം കഴിയുമ്പോൾ 362.5 ഡബിൾ റേറ്റ് മേടിക്കത്തില്ലേ? ഡബിൾ റേറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ 362.5ൻ്റെ ഡബിൾ എടുക്കുക. അപ്പോൾ എത്ര വരും? 725 രൂപ എന്ന് വരത്തില്ലേ? ഓക്കെ ആണോ? ഈ പൈസ ഡബിൾ റേറ്റ് മേടിക്കുന്നതും ഈ പൈസ 1 ടൈം റേറ്റ് മേടിക്കുന്നതും ഒരേ എഫക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ടോട്ടൽ ടൈം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 725 1725 1 വർഷം ഫുള്ളുണ്ട്. പിന്നത്തെ 725 8 മാസം കഴിഞ്ഞ്, അപ്പോൾ ഇനി 4 മാസം കൂടെ അല്ലേ ഉള്ളൂ. 4 മാസം എന്ന് പറഞ്ഞാൽ 1 വർഷത്തിന് 1/3 അല്ലേ? അപ്പോൾ 1 വർഷം പിന്നെ ഒരു 1/3 മാസം, മൊത്തം 4/3 മന്തിലേക്ക് 725 മേടിച്ച എഫക്റ്റ് ആയിരിക്കും മൊത്തത്തിലുണ്ടാവുക. ഇൻറ്റു 6% ചെയ്യുമ്പോൾ നമുക്ക് ആ കിടക്കുന്ന 43.5 കിട്ടും. ഇത് സോൾവ് ചെയ്താൽ ആൻസറാണ്. ഇതങ്ങ് സോൾവ് ചെയ്താൽ നമുക്ക് നേരെ 6ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഞാനതും ചെയ്യാൻ പോകുന്നത് ഈ 100 ആൾക്കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 4350 ആവും. ഓക്കെ, 4350. 725 × 6 ആണ് 4350. ഓക്കെ, അപ്പോൾ ഇനി മിച്ചമുള്ളത് 6 × 3 18, 18/4. 18ൻ്റെ പകുതി 9, 9ൻ്റെ പകുതി 4.5% കിട്ടും നമ്മുടെ റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവുകയാണേ. ഓക്കെ, വായിച്ചു നോക്കി എല്ലാവരും. ഷോപ്പ് കീപ്പർ അണ്ടർടേക്സ് ടു സപ്ലൈ 2000 ടേബിൾ അറ്റ് Rs7725 ഈച്ച്. അപ്പോൾ ഓരോന്നും വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പൈസയാണ് 1725. ഹി എസ്റ്റിമേറ്റ് ദാറ്റ് ഇഫ് 10% ആർ ഡിഫക്റ്റീവ് വിച്ച് വിൽ ബി സോൾഡ് 50% ഓഫ് SP ആണേ. അതായത് ഡിഫക്റ്റീവായ 10% ഈ 1225 പകുതി വിലയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് വിൽ ബി 15% ഓൺ ദിസ് ഹോൾ ഔട്ട്ലൈ. ഓക്കെ, when the tables were supplied 70% were found defective. What loss did the shopkeeper incur? 10% ഡിഫക്റ്റീവ് ആയാൽ അയാളുടെ പ്രോഫിറ്റ് 15% ആയിരിക്കും. 70% ഡിഫക്റ്റീവ് ആയാൽ അയാൾക്ക് വരുന്ന ലോസ് എന്തോരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെയിൻസിന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഷോർട്ട് കട്ടുകൾ പരിപാടികൾ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. നേരെ മൈൻഡ് വരുന്ന വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തോളാം. ഓക്കെ, ഹയർ നമ്പേഴ്സ് ആണെങ്കിലും വിഷയമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 ടേബിൾ അല്ലല്ലോ, 10% എന്ന് പറഞ്ഞ് 200 അല്ലേ? 200 ഇയാൾ പകുതി വിലയ്ക്കാണ് വിൽക്കാൻ പോകുന്നത്. 1725ൻ്റെ പകുതി പ്ലസ് ബാക്കി 1800 1725 വിൽക്കും. ഇങ്ങനെ വിൽക്കുമ്പോൾ ഇയാൾക്ക് 15% പ്രോഫിറ്റാണ്. 15% പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേനും കോസ്റ്റ് പ്രൈസിൻ്റെ 23/20ക്കാണ് ഇയാൾ വിൽക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 1725 നിങ്ങൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1900 × 1725 എന്ന് വരും അയാളുടെ CP × 23/20. അപ്പോൾ CP = × 20/23 ആയിരിക്കും. ഓക്കെ, നമുക്ക് CP വേണമെങ്കിൽ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം. 23 1725 വെട്ടേണ്ടതാണ്. അവിടെ വെട്ടുമ്പോഴത്തേനും 6 7 8 പറ്റത്തില്ല, 7. അപ്പോൾ 140 21 161
162, 115, 5 ആണ്. 75 × 20 1500, 1500 × 900 ആയിരിക്കും അയാളുടെ CP. ഓക്കെ, അപ്പോൾ 24, 45, 285 കഴിഞ്ഞ് 40 ഇതായിരിക്കും ഇയാളുടെ CP. ഓക്കെ, 285 കഴിഞ്ഞ് 40. ഇനി സെക്കൻഡ് കേസിൽ വരുന്ന സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുക നിങ്ങൾ. സെക്കൻഡ് കേസിൽ വരുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 70% ഡിഫക്റ്റീവ്. 70% ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേനും 1400 എണ്ണം ഡിഫക്റ്റീവാണ്. അത് ഈ വിലയ്ക്കാണ് വിൽക്കുന്നത്. ബാക്കി 30%, 600 എണ്ണം ഇയാൾ 1725 വയ്ക്കും. ഇതാണ് ഇയാളുടെ ടോട്ടൽ SP. 1725 കോമൺ എടുത്തു കഴിഞ്ഞാൽ 600, 700, 1300 × 1725 വരെ ഇയാളുടെ ടോട്ടൽ SP. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അവസാനം 2 0, 1725 0, 3 വരുമ്പോഴത്തേനും 5175, 5 2 1 4 22, 22 425 00 എന്ന് വരും ഇയാളുടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. ഇനി ലോസ് കിട്ടാനായിട്ട് നിങ്ങൾ ടോട്ടൽ CPന്ന് ടോട്ടൽ SP കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അവസാനം 2 0, 2 0, 2 0 ബാലൻസായി. പിന്നെ 25, 75 വരണം ഇത് ബാലൻസ് ആവാൻ. അപ്പോൾ ഇത് 3 ആവും, അപ്പോൾ ഇത് 5 ആവും. ഇനി 5 5ലോട്ട് ബാലൻസ് ആവാൻ 0. പിന്നെ 22 28 അല്ലേ 6, 60 75 00 എന്ന് വരും നമ്മുടെ ടോട്ടൽ ലോസ്. അപ്പോൾ നമ്മൾ ചെയ്തതാണ് ടോട്ടൽ CP കണ്ടുപിടിച്ചു, ടോട്ടൽ SP കണ്ടുപിടിച്ചു, രണ്ട് കുറച്ചു. ഓക്കെ, അടുത്തതിലോട്ട് പോവാവേ. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് വലിയ വിഷയമില്ല, ജസ്റ്റ് സക്സസീവ് ചെയ്താൽ മതിയാവും. ഒരാൾ 10,000 ഇൻവെസ്റ്റ് ചെയ്തു, 10% ആദ്യത്തെ വർഷം കൂടി, 5% പിന്നത്തെ വർഷം കൂടി. അപ്പോൾ 21/20, പിന്നെ 10% കുറഞ്ഞു. എല്ലാം കഴിഞ്ഞ് എത്രയാവുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് 2000 ആണ്. 2000 × 5 അല്ലേ 10,000. പിന്നെ മിച്ചമുള്ളത് 21 × 5 105, 105 × 9 945 × 11 ചെയ്യുമ്പോഴത്തേനും 5 5 4 9 13 1 10 10395. സീറോസ് ഒന്നും മിച്ചമില്ല. ഇതാണ് ആൻസർ. ഓക്കെ, അടുത്തിലോട്ട് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ മുംബൈ 60% രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ആർ BJP സപ്പോർട്ടേഴ്സ് ആൻഡ് ദ റെസ്റ്റ് ആർ കോൺഗ്രസ് സപ്പോർട്ടേഴ്സ്. അപ്പോൾ BJP 60, കോൺഗ്രസ് 40. ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ നടന്നപ്പോൾ BJPയുടെ 75%, കോൺഗ്രസിൻ്റെ 20% എക്സിന് വോട്ട് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ BJPയുടെ 75%, 70% പറഞ്ഞാൽ 3/4 അല്ലേ, അപ്പോൾ 45. മറ്റേതിൻ്റെ 20%, അത്രയാണ് 8. 45 8 പാടുമ്പോൾ എത്ര? 53. 53% ആൾക്കാർ വോട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. ചെറിയ ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്വസ്റ്റൻസ് എല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റൻസ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്കൊരു സീരീസ് പോലെ കണ്ടിന്യൂ ആവേ. ഇത് മെയിൻസിൻ്റെ ക്വസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരു പൊടിക്ക് ടൈം എടുക്കും. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീണ്ടും ടൈം എടുക്കും. അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റൻസ് കൊള്ളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഗുലറായിട്ട് കണ്ടിന്യൂ കാണാൻ ശ്രമിക്കുക. എല്ലാവരും റെഗുലറായിട്ട് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ മാത്സ് മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ സബ്ജക്റ്റും നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.